أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله توكلت على الله لا حول ولا قوة إلا بالله العلي العظيم. صلى الله على محمد صلى الله عليه وسلم. എന്ന ഈ ഒരു പുണ്യ സലാത്ത് മുത്തനബിൻ്റെ ഹദറത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ നമുക്ക് നമ്മുടെ കഥയുടെ 3-ാം പാട്ടിലേക്ക് കടക്കാം. കഥ നല്ല രീതിയിൽ കേൾക്കാനും അതിലെ നല്ല ഭാഗങ്ങൾ ഉൾക്കൊള്ളാനും അതിലുള്ള ദീനിയായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഫക്കീർ രാജാവിനോട് രാജാവിൻ്റെ മകളെ രാജകുമാരി വിവാഹം ചെയ്തു തരാൻ ആവശ്യപ്പെടുകയും രാജാവിൻ്റെ നിവൃത്തികേട് കൊണ്ട് രാജാവ് അത് അംഗീകരിക്കുകയും മഹർ ആവശ്യപ്പെട്ടത് ഇങ്ങനൊരു പിടി ശുദ്ധമായ മുത്താണ്. അവിടെയാണ് നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത്. ഫക്കീർ ഉദ്ദേശിച്ചത് മുത്ത് കടയിൽ പോയാൽ വാങ്ങാൻ കിട്ടുമെന്നാണ്. ഫക്കീർ കടകളിലെല്ലാം കയറി ഇറങ്ങി. മുത്തുണ്ടോ? ഇല്ല. ലാസ്റ്റ് ആളുകൾ മുത്തുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആളുകൾ വട്ടുണ്ടോയെന്ന് ചോദിക്കുന്നു. ആ അവസ്ഥയിലേക്ക് ഫക്കീർ എത്തി. ഫക്കീറിന് ഊണില്ല, ഉറക്കല്ല. വൈകുന്നേരമായാൽ ഫക്കീറിൻ്റെ കുടിലേക്ക് പോവുക, നേരം വെളുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ മുത്ത് അന്വേഷിച്ചിറങ്ങുക. ഇതായി പിന്നെ ഫക്കീറിൻ്റെ ജോലി. ഇത് റോഡിൽ കാണുന്നവരോടെല്ലാം ചോദിക്കാൻ തുടങ്ങി. മുത്തുണ്ടോ, 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 മന്നൻ മകളല്ലേ, മാണിക്കക്കല്ലല്ലേ, മഹർ വിധിച്ചതും മുത്തല്ലേ. ഇങ്ങനെ പാടി 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 ഫക്കീർ നടന്നു. ലാസ്റ്റ് കുറേ അങ്ങനെ പാടി പാടി നടന്ന് ഒരു വയസ്സായ ആളുടെ മുന്നിലെത്തി. അപ്പോൾ ഫക്കീർ ചോദിച്ചു, ഉപ്പാപ്പ മുത്തുണ്ടോ? ഇല്ല. പിന്നെയും ഈ വയസ്സായ ആൾ 2 അടി നടന്നിട്ട് ചോദിക്കും, മോനെ നീ എന്താ ചോദിച്ചേ? മുത്തുണ്ടോ? ഇല്ല. പിന്നെ ഇയാൾ 2 അടി നടക്കും. ഫക്കീറിന് മുത്ത് കിട്ടാനായിട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന അവസ്ഥയിലാണ് ഫക്കീർ. പിന്നെ 2 അടി വീണ്ടും ഇയാൾ നടന്നിട്ട് ചോദിക്കും, മോനെ നീ എന്താ ചോദിച്ചത്? പിന്നെ ഇയാൾ ചോദിക്കും. ഇയാൾ പറഞ്ഞു, മുത്തുണ്ടോ? ലാസ്റ്റ് ഉപ്പാവ് പറഞ്ഞു, അതാണോ നീ ചോദിച്ചത്? ഞാൻ നേരത്തെ ചോദിക്കല്ലോ. ഇല്ലാന്ന് പറഞ്ഞു. വീണ്ടും ഫക്കീർ മുത്ത് തേടി യാത്ര തുടരുകയാണ്. ചോദിച്ച് കടപ്പുറത്തെല്ലാം പാടി നടന്നു. മുത്തുണ്ടോ, 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 മന്നൻ മകളല്ലേ, മാണിക്കക്കല്ലല്ലേ, മഹർ വിധിച്ചതും മുത്തല്ലേ. അങ്ങനെ പാടി പാടി നടന്ന് ഫക്കീറിന് മുത്ത് കിട്ടിയില്ല. 1 മാസമാണ് രാജാവ് കൊടുത്ത കാലാവധി. രാജാവ് അതൊക്കെ മറന്നിട്ടുണ്ട്. പക്ഷേ ഫക്കീർ ദീർഘമായ അന്വേഷണത്തിലാണ്. മുത്ത് കിട്ടണം, അത് കൊടുത്ത് രാജാവിൻ്റെ മകളെ സ്വന്തമാക്കണം. വീണ്ടും വീണ്ടും മുത്തിന് വേണ്ടി അലഞ്ഞു നടന്നുകൊണ്ടേയിരുന്നു. എത്തിപ്പെട്ടത് ഒരു കടപ്പുറത്താണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരാളിങ്ങനെ പാറപ്പുറത്ത് കയ്യും കെട്ടി കടലിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫക്കീർ ആദ്യമൊന്നും സംസാരിച്ചില്ല. ഫക്കീർ വിചാരിച്ചു നിസ്കരിക്കായിരിക്കും മിണ്ടണ്ടായെന്നുള്ളത്. അപ്പോൾ ഫക്കീർ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. വീണ്ടും ഇയാളിങ്ങനെ കടലിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. സുജൂദിലേക്കൊന്നും പോണ കാണില്ല. അപ്പോൾ ഫക്കീർ ചോദിച്ച്, മുത്തുണ്ടോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, ആ മുത്തുണ്ട്. ഈ കടലിൽ ഇറങ്ങി നോക്ക്, അപ്പോൾ മുത്ത് കിട്ടുമെന്ന് പറഞ്ഞു. ഇയാൾ പാറപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മുഖത്തേക്കൊന്ന് നോക്കി, കടലിലേക്കൊന്ന് നോക്കി. കടലിലോ? അതെ. വെള്ളം കോരി മാറ്റിക്കോ, അപ്പം മുത്ത് കിട്ടുമെന്ന് പറഞ്ഞു. ഇയാൾ വല്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. കാരണം മുത്തന്വേഷിച്ച് ഇയാൾക്ക് ഒരു ഭ്രാന്ത് പിടിച്ച പോലെ ആയിട്ടുണ്ട്. മുത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. അയാൾ കേട്ടത് പകുതി കേൾക്കാത്തത് പകുതി കടലിലേക്ക് ഇറങ്ങി വെള്ളം കോരി മാറ്റാൻ തുടങ്ങി. ഇങ്ങനെ പിടിച്ചിട്ട് കടലിലെ വെള്ളം കോരി കഴിഞ്ഞാൽ എത്ര മാറ്റാൻ പറ്റും? അയാൾ കുറേ കോരിയിട്ടും മുത്തൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അപ്പോഴാണ് അയാൾക്ക്
ഒരു ഉണർവ് വന്നത്. ഇയാൾ ചോദിച്ചു ഈ പാറപ്പുറത്ത് നിൽക്കുന്ന ആളോട്, എന്നെ കളിയാക്കിയതാണല്ലേ, കടലത്തെ വെള്ളം കോരി മാറ്റിയാൽ ആർക്കെങ്കിലും മുത്ത് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ നിനക്ക് മുത്ത് വേണോ, നീ കോരി മാറ്റിക്കോ എന്ന് പറഞ്ഞു. ഇയാൾ വീണ്ടും കോരാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും 3 പ്രാവശ്യം കോരി. ഇയാൾ പറഞ്ഞ് പാറപ്പുറത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞു, എന്നെ മക്കാറാക്കിയതാണല്ലേ, ഇനി നീ കുറച്ചും കൂടെ കോരിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കോരാൻ തുടങ്ങി. ഇങ്ങനെ കോരി 2 ഇത് മാറ്റി ഇങ്ങനെ കളഞ്ഞു. വീണ്ടും ബിസ്മി ചൊല്ലി ഇങ്ങനെ ഒരു കോരുമ്പോൾ അയാൾ പറഞ്ഞ്, ഒഴിക്കല് കയ്യിലേക്ക് നോക്കാൻ പറഞ്ഞു. കയ്യിലേക്ക് നോക്കുമ്പോൾ മാഷാ അല്ലാഹ് ഒരു പിടി സുന്ദരമായ മുത്ത്. അയാൾക്ക് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ എനിക്ക് മുത്ത് കിട്ടി. അയാൾ പറഞ്ഞു, നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണിനെ മറ്റൊരാളുടെ ഭാര്യ ആവുന്നതിന് മുൻപ് കൊട്ടാരത്തിലേക്ക് ഓടിക്കുമെന്ന് പറഞ്ഞു. അയാൾ ഈ മുത്തും കൊണ്ട് ഓടി. കിട്ടിയ മുത്തുമായി ഫക്കീർ നേരെ കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവിടെ കണ്ട അവസ്ഥ, കൊട്ടാരം മുതൽ റോഡ് വരെ പന്തൽ. ഒരു ഭാഗത്ത് ആളുകൾ ഭക്ഷണം കഴിക്കുന്നു, ഒരു ഭാഗത്ത് ആളുകൾ പാട്ട് പാടുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. ഫക്കീർ വിചാരിച്ചു, എനിക്ക് മുത്ത് കിട്ടിയത് രാജാവ് അറിഞ്ഞു കാണുമോ? ഏതായാലും നമുക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം. അപ്പുറത്തുള്ള ഒരാളോട് ചോദിച്ചു, എന്താണിവിടെ? അയാൾ കേട്ട ഭാവമേ ഇല്ല. അയാൾ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അപ്പുറത്തൊരു പട്ടാളക്കാരൻ നിൽക്കുന്നുണ്ട്. പട്ടാളക്കാരൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, എന്താണിവിടെ? താൻ എവിടുന്ന് വരുന്നത്? രാജാവിൻ്റെ മകൻ സഫിയാൻ്റെ വിവാഹമാണ്. വല്ലാത്തൊരു അവസ്ഥയിലാണ്. സങ്കടമാണ്, സന്തോഷമാണ്, ദേഷ്യമാണ്, അറിയില്ല. കാരണം സന്തോഷിക്കാനുള്ള വകുപ്പുണ്ടല്ലോ. കാരണം എനിക്ക് മുത്ത് കിട്ടിയതെങ്ങാനും രാജാവ് അറിഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലൊരു ആശങ്കയുണ്ട്. ഏതായാലും പട്ടാളക്കാരനോട് ചോദിച്ചു, ആരാണ് വരൻ? ദമസ്കസിലെ രാജകുമാരനാണ് വരൻ. നിക്കാഹ് കഴിഞ്ഞോ? ഇല്ല, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. ഫക്കീറിന് ആശ്വാസമായി. എന്നിട്ട് ചെറുക്കനും കൂട്ടരും എത്തിയോ? എത്തി. എന്നിട്ട് എവിടെ? പള്ളിയിലുണ്ട്, നിസ്കരിക്കാൻ പോയിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ അവരുടനെ ഇങ്ങി വരും. ഫക്കീറും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി. നിസ്കാരം കഴിഞ്ഞ്, സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് ഫക്കീർ പള്ളിയിൽ നിന്ന് ഇറങ്ങി. കൂട്ടത്തിൽ അവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി. ദമസ്കസിലെ രാജകുമാരനല്ലേ, രാജകുമാരൻ്റെ കൂടെ മന്ത്രിമാരുണ്ട്, പരിവാരങ്ങളുണ്ട്, പട്ടാളക്കാരുണ്ട്, ഒരുപാട് മുതിർന്ന ആളുകളുണ്ട്. ഫക്കീറിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫക്കീർ ഏതായാലും കൊട്ടാരത്തിൻ്റെ ഗേറ്റിൽ പോയി നിന്നു. ഒരു ഭാഗത്ത് നിന്ന് ദമസ്കസിലെ രാജകുമാരനും അവരെ കൂടെ വന്ന ആളുകളും വരുന്നു. കൊട്ടാരത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് രാജാവും കൂടെയുള്ള ആളുകളും വരുന്നു. ഫക്കീർ നോക്കി നിന്നു. എന്താണ് ചെയ്യുന്നതെന്ന് ഫക്കീറിന് അറിയാത്തൊരവസ്ഥയിൽ രാജാവും പട്ടാളക്കാരും കൊട്ടാരത്തിൻ്റെ മധ്യത്തിലെത്തി. ദമസ്കസിൻ്റെ രാജകുമാരനും അവിടുന്ന് വന്ന ആളുകളും അവരും കൊട്ടാരത്തിൻ്റെ മധ്യത്തിലെത്തി. 2 കൂട്ടരും അവിടെ ഇരുന്നു. ഇനി അടുത്ത ചടങ്ങ് നിക്കാഹ്. ദമസ്കസിൻ്റെ രാജകുമാരൻ്റെ കയ്യിൽ സഫിയാൻ്റെ വാപ്പ കൈപിടിച്ച് മുസാഫത്ത് ചെയ്തു. ഹംദും സലാത്തും കഴിഞ്ഞ് നിക്കാഹിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫക്കീറിന് തോന്നി, ഇനി നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത്രയും പണി നമ്മളെടുത്തത് വെറുതെ ആവുന്നു.
ഫക്കീർ ചാടി വീണു. ഹലോ മൻസൂർ, താൻ എവിടുത്തെ രാജാവാടോ? പറഞ്ഞ വാക്കിന് പാലിക്കാൻ നട്ടലില്ലാത്ത രാജാവിൻ്റെ നാട്ടിൽ ജീവിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. ഇയാൾ അന്തം വിട്ടു. ആരാടോ താൻ? തന്നെ പോലെയാണ് ഇവിടെ വന്ന് ഫക്കീറന്മാരെല്ലാവരും ഭക്ഷണം കഴിച്ചു പോയത്. പിന്നെ തനിക്കെന്താ പ്രത്യേകത? അതെ, ആ ഫക്കീറന്മാരെ പോലെയല്ല ഞാൻ. എനിക്ക് പ്രത്യേകതയുണ്ട്. രാജാവിന് ഓർമ്മയുണ്ടോ എന്നെ? നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലെങ്കിൽ നാട്ടുകാരോട് പറയാനുണ്ട് എനിക്കും ചില കഥകൾ. ഫക്കീർ ഇങ്ങനെ നിന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു, ഈ രാജാവിൻ്റെ മകൾ സഫിയാനെ 1 മാസം മുന്നേ വിവാഹം കഴിക്കാൻ വന്നതാണ് ഞാൻ. അത് കേട്ടപ്പോൾ തന്നെ നാട്ടുകാർ ചിരി തുടങ്ങി. കാരണം രാജാവിൻ്റെ മകൾ ഇയാൾ കീറ ഫക്കീർ. എന്നിട്ട് മഹറായിട്ട് 1 പിടി മുത്ത് കൊണ്ടുവരാൻ പറഞ്ഞെന്നോട്. ആ മുത്തും തേടിപ്പോയി എന്നെ. ഞാൻ മുത്ത് കൊണ്ടുവന്നപ്പോൾക്കും രാജാവ് സഫിയാനെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് ശരിയാണോ? നിങ്ങൾ പറ. നാട്ടുകാർക്കൊരു മറുപടിയുമില്ല. അപ്പോഴാണ് രാജാവിന് ബുദ്ധി വന്നത്. അന്ന് പോയ സാധനമാണ് ഇതെന്നുള്ള ഓർമ്മ രാജാവിനപ്പം വന്നു. ശരിയാണ്, ഞാൻ പറഞ്ഞിരുന്നു. അതിന് താൻ മുത്ത് കൊണ്ടുവന്നോ? ഞാൻ മുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ 1 പിടി കോരി കഴിഞ്ഞാൽ അതൊരിക്കലും തെറ്റില്ല. ഇതാ 1 പിടി മുത്ത് എന്ന് പറഞ്ഞിട്ട് ഈ മുത്ത് രാജാവിൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചു. സത്യത്തിൽ രാജാവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. രാജാവിന് അത്ഭുതം തോന്നി. ഇതെങ്ങനെ? ഇതെവിടുന്ന്? രാജാവ് പറഞ്ഞു, ഇത് ഒറിജിനലല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. ഫക്കീർ, ഈ ലോകത്ത് മുത്ത് പരിശോധനക്കാരായിട്ടുള്ള വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് പരിശോധിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് എനിക്ക് വിവാഹം ചെയ്ത് തന്നാൽ മതി. അങ്ങനെ രാജാവ് ആ നാട്ടിലുള്ള ആ രാജ്യത്തിലുള്ള എല്ലാ മുത്ത് പരിശോധന വിദഗ്ധന്മാരും വിളിച്ചു കൊണ്ടുവന്ന് മുത്ത് പരിശോധിക്കാൻ തുടങ്ങി. മുത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത നമ്മളല്ല രാജാവേ മുത്തിൻ്റെ വില നിശ്ചയിക്കേണ്ടത്. നമുക്ക് സ്വർണ്ണ വ്യാപാരികളെ വിളിക്കാം, രക്തവ്യാപാരികളെ വിളിക്കാം, അവരെ കൊണ്ട് നമുക്ക് പരിശോധിപ്പിക്കാം, അവർ പറയട്ടെ. അങ്ങനെ ആ രാജ്യത്തുള്ള സ്വർണ്ണ വ്യാപാരികളെയും രക്തവ്യാപാരികളെയും വിളിപ്പിച്ച് മുത്ത് പരിശോധന തുടങ്ങി. ജനങ്ങൾ മുഴുവനും നിശബ്ദരാണ്. കാരണം ഫക്കീറും രാജാവും തമ്മിലാണ് ഏറ്റുമുട്ടൽ. രാജാവ് ദുഷ്ടനായ രാജാവല്ല, നീതിമാനാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന രാജാവാണ്. രാജാവ് നീതിയോടുകൂടിയുള്ള തീരുമാനങ്ങളെ എടുക്കും. ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നതും രാജാവിൻ്റെ ഒരു നല്ല ശീലമാണ്. ഇവിടെ രാജാവ് എന്ത് തീരുമാനം എടുക്കുമെന്നറിയാനുള്ള കാത്തു നിൽക്കലാണ് ജനങ്ങൾ. മുത്ത് പരിശോധനക്കാർ പുറത്തിറങ്ങി. രാജാവെ, കാര്യം പോക്കാം. അവൻ്റെ കാര്യമല്ലേ, അത് ഞാൻ തീരുമാനമാക്കിക്കൊള്ളാം. അല്ല രാജാവെ, രാജാവിൻ്റെ കാര്യം പോക്കാം. ഈ മുത്തിനെ വെല്ലാൻ മറ്റൊരു മുത്തിനാവില്ല. ഈ മുത്തിന് അത്രയും വില മതിക്കാനാവാത്തതാണ്. രാജാവ് ചോദിച്ചു, വീണ്ടും വീണ്ടും നിങ്ങൾ പരിശോധിച്ചോ? ശരിക്കും പരിശോധിച്ചോ? അതേ രാജാവേ, 10-18 പ്രാവശ്യം നമ്മൾ മാറ്റുരച്ച് നോക്കി. ഈ മുത്തിനെ വെല്ലാൻ മറ്റൊരു മുത്തിനാവില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യമുണ്ട്. ആ കടലിൽ വെള്ളം കോരാൻ പറഞ്ഞതും വെള്ളം കോരിയാൽ മുത്ത് കിട്ടുമെന്ന് പറഞ്ഞതും ഖിദർ നബി അലൈഹിസ്സലാമൻ ആണെന്ന് പണ്ഡിതന്മാർക്ക് ഇടയിൽ ഒരു അഭിപ്രായമുണ്ട്. ഏതായാലും അത് വെള്ളം കോരി മാറ്റി മുത്താക്കി ആ മുത്തിനെ വെല്ലാൻ ലോകത്ത് വേറെ ഏതെങ്കിലും മുത്തിനെ കൊണ്ട് പറ്റുമോ? അതൊന്ന് ചിന്തിച്ചാൽ മതി. ഏതായാലും രാജാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫക്കീർ പെട്ടെന്ന് ഫക്കീർ അതൊന്ന് നെട്ടി. ഇല്ല രാജാവേ, അശംഷു തദ്രീരിൽ മുസ്തഖറിൽ അസീസുൽ അലീം. സൂര്യൻ്റെ നിയന്ത്രണം പടച്ചറബിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കളവ് കാണിക്കാനാവില്ല. രാജാവ് അന്തം വിട്ടു. ഇനി എന്തു ചെയ്യും? ഫക്കീർ പറഞ്ഞു, കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് ഞാനിവിടെ വന്നത്. ഇന്ന് മാസം 10-ാം തീയതി. ഇന്ന് സൂര്യൻ അസ്തമിച്ചാൽ മാത്രമേ എനിക്ക് തന്ന ഡേറ്റ് തീരുകയുള്ളൂ. എനിക്ക് തന്ന ഡേറ്റ് തീരണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. രാജാവ് വല്ലാത്തൊരവസ്ഥയിലായി. രാജകുമാരൻ ഒരു ഭാഗത്ത്,
തന്ത്ര കരാർ തകരുമോ എന്നും രാജാവ് ഭയക്കുന്നു. അള്ളാഹുവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാജാവ് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. ഡമസ്കസിന്റെ രാജകുമാരൻ എഴുന്നേറ്റ് നിന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, താങ്കളുടെ പ്രയാസം എനിക്ക് മനസ്സിലാകും. താങ്കൾ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയാം. ഞാൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാം. എന്നിട്ട് ഈ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഫക്കീറിന് താങ്കളുടെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തുകൊള്ളൂ. അതുകൊണ്ട് ഇനി എൻ്റെ ഭാഗത്തു നിന്നോ എൻ്റെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുപോലെ ഭരണാധികാരി പറഞ്ഞ വാക്ക് പാലിക്കാൻ നട്ടലുള്ള രാജാവാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കട്ടെ. രാജാവിന് സന്തോഷമാണ്. അങ്ങനെ ഫക്കീറിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ രാജാവ് തീരുമാനിച്ചു. സദസ്സ് വീണ്ടും നിക്കാഹിന് വേണ്ടി തയ്യാറായി. സഫിയയും ഫക്കീറും തമ്മിലുള്ള നിക്കാഹ് നടന്നു. ആളുകൾ വലിയ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. അതിനിടയെ ജനങ്ങൾ അങ്ങും ഇങ്ങും ഓടുന്നു. ജനങ്ങൾ പരിഭ്രാന്തരാണ്. ചേറുകൾ അങ്ങും ഇങ്ങും എടുത്തെറിയുന്നു. ജനങ്ങൾ പരിഭ്രാന്തിയോട് ഓടുന്നു. സഫിയയുടെ ഒരു തോഴി രാജാവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. രാജാവ് ചോദിച്ചു, രഹന, എന്താ പ്രശ്നം? രാജാവേ, പാമ്പ്, സഫിയാന്റെ കാലിൽ പാമ്പ്. രാജാവിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. സുഹൃത്തുക്കളെ, കഥ ഇവിടെ അവസാനിക്കുന്നില്ല. തൽക്കാലം കഥ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടും സഹായവും ആവശ്യമുണ്ട്. ഒപ്പം നിങ്ങൾ എപ്പോഴാണ് ഈ കഥ കേൾക്കുന്നതെങ്കിൽ കേൾക്കുന്ന സമയം, നിങ്ങളുടെ സ്ഥലം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുന്ന ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും.